ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛാ, തൽക്കാലം നമുക്ക് വേറെ വഴിയില്ല. ഇല്ല, ഇത് നമ്മുടെ വീടാ. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും വരില്ല. ആരും എന്നെ തൊട്ടുപോകരുത്. ഹലോ അമ്മേ. ആ, അങ്ങ് എത്തിയോ? രണ്ടുപേരും കരയുന്നൊന്നുമില്ലല്ലോ അല്ലേ? അതൊന്നും സാരമില്ല അമ്മേ, ഞങ്ങള് അങ്ങ് ചെന്നിട്ട് വിളിക്കാം. ശരി. തൽക്കാലത്തേക്ക് കുഞ്ഞുങ്ങളെ വൃന്ദാവനത്തിലാക്കിയത് നന്നായി. ഈ ബഹളത്തിനിടയിൽ അവരെ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. അവരുടെ കാര്യങ്ങളൊക്കെ അമ്മയും മീരിയച്ചി നല്ലപോലെ നോക്കിക്കോളും. അച്ഛാ, നമുക്കിറങ്ങാം. ഇറങ്ങാതെ വഴിയില്ലല്ലേ മോളെ. അച്ഛാ, ഇത് തൽക്കാലത്തേക്ക് മാത്രമുള്ള ഒരു പണിയിറക്കാണെന്ന് വിചാരിച്ചാൽ മതി. ഇത്രയൊക്കെ സ്വാധീനം ഉണ്ടായിട്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ മക്കളെ. ചില കാര്യങ്ങൾ അങ്ങനെയാ. തൽക്കാലത്തേക്ക് ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടണമെന്നായിരിക്കും ദൈവത്തിന്റെ വിധി. നന്നായി. പിടിച്ചിറക്കി വിടുന്നതിന് മുമ്പ് സ്വയം ഇറങ്ങാൻ തുടങ്ങായിരുന്നു അല്ലേ? എന്നാ പിന്നെ ഇനി താമസിക്കണ്ട, ബാഗൊക്കെ എടുത്ത് എല്ലാരും ഇറങ്ങിക്കോ. ആ, ഒരു കാര്യം കൂടി, ദേ ഇവിടുത്തെ വാഹനങ്ങളും എല്ലാം എന്റേത് മാത്രം. ഈ ബാഗുകളിലുള്ളതെല്ലാം എല്ലാവരുടെയും വസ്ത്രങ്ങളായിരിക്കുമല്ലോ അല്ലേ? ഞാനത് പരിശോധിക്കാനൊന്നും നിൽക്കുന്നില്ല. ഇല്ല,
ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല. അച്ഛാ, അച്ഛാ, ഇത് എന്റെ വീടാ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്. മര്യാദക്ക് ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. ഡോ, പിടിച്ചെഴുന്നേൽപ്പിക്കട അയാളെ. എന്റെ അച്ഛനെ തൊട്ടുപോകരുത്. നിയമപരമായി ഇവർ നിങ്ങൾക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു. ഇനി ഇവിടെ തുടരാൻ നിങ്ങൾക്ക് അനുവാദമില്ല. അറിയാം സാർ, ഈ ചതിക്ക് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളും കൂട്ടു നിൽക്കുക. ഇവിടെ നിന്ന് പുറത്താക്കേണ്ടത് ദേ ഈ സ്ത്രീയെ. സി മിസ്റ്റർ, വാദപ്രതിവാദങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് സമയമില്ല. ഞങ്ങൾ വന്നത് നിങ്ങളെ ഇവിടെ ഇറക്കി വിടാനാണ്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് കോടതി പറയാം. കോടതിയിലെ കാര്യമൊക്കെ പറഞ്ഞ് ആരും ഞങ്ങളെ പേടിപ്പിക്കൊന്നും വേണ്ട. ഇതൊന്നും അനുഭവിക്കാനുള്ള യോഗം ഇവക്കുണ്ടാവില്ല. അച്ഛാ, ഇനി അപമാനമായിട്ട് നമ്മൾ ഇവിടെ നിൽക്കണ്ട. നമുക്ക് പോവാം. എനിക്ക് അച്ഛൻ വിഷമിക്കണ്ട, ഇവിടേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരും. അച്ഛാ, തൽക്കാലം നമുക്ക് വേറെ വഴിയില്ല. ഇല്ല, ഇത് നമ്മുടെ വീടാ. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും വരില്ല. അച്ഛാ, ആരും എന്നെ തൊട്ടുപോകരുത്. നിങ്ങളെല്ലാവരും എങ്ങോട്ടാ പോകുന്നത്? അല്ലെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ എന്തിനിറങ്ങണം? അച്ഛാ, എനിക്ക് അച്ഛനോട് ഒരുപാട് ബഹുമാനമുണ്ട്. ഞാൻ പറഞ്ഞത് കേട്ട് ഈ വീടും ഈ സ്വത്തുക്കളും എല്ലാം എന്റെ പേരിൽ എഴുതി തന്ന ആളാ അച്ഛൻ. അച്ഛനെ അപമാനിക്കണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. ദേ, അതുകൊണ്ട് വാശി പിടിക്കരുത്. ദയവ് ഇത് ഇറങ്ങിപ്പോണം. ഇതെന്റെ അപേക്ഷയാ. ഇല്ലെങ്കിൽ ഇവർക്ക് പിടിച്ചിറക്കി വിടേണ്ടി വരും. നിർത്തടി നിന്റെ പരിഹാസം. ഇനി ഒരു അക്ഷരം വേണ്ടിയാ ഈ പോലീസുകാർ ഇവിടെ നിൽക്കുന്നൊന്നും ഞാൻ നോക്കില്ല. എന്റെ കയ്യിന്ന് മേടിക്കുന്നേ. അച്ഛനെ പരിഹസിക്കാൻ എന്ത് യോഗ്യത നിനക്കുള്ളത്? നിന്നെ വിശ്വസിച്ച് നീ പറഞ്ഞ കടലാസുകളിൽ ഒപ്പിട്ടു എന്നൊരു തെറ്റ് മാത്രമേ അച്ഛൻ ചെയ്തിട്ടുള്ളൂ. ഒരു കാര്യം നീ ഓർത്തോ, തൽക്കാലത്തേക്ക് ഈ സ്വത്തുക്കൾ നിനക്ക് പിടിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഈ അച്ഛന്റെ സ്നേഹം അത് ഞങ്ങൾക്കുള്ളതാ. ആ ശക്തി മാത്രം മതി ഞങ്ങൾക്ക്.